കോഴിക്കോട് ജില്ലയിലെ വയനാട് ബോർഡറിനടുത്ത് മലയോര ഹൈവേ കടന്നു പോകുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഒരു പ്രകൃതിയാണ് അവിടെ ആസ്വദിക്കാൻ പറ്റുന്നത്. മലയോര ഹൈവേ നമ്മൾ പലപ്പോഴും കേട്ടതാണ്, പക്ഷെ അവിടെ വരാൻ കഴിഞ്ഞു. ഈ മലയോര ഹൈവേ കടന്നു പോകുന്ന പൂനൂരടുത്ത് തലയാട് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് സുഹൃത്തുമായ അബ്ദുള്ള കാമിൽ സഖാഫിയുടെ കൂടെയാണ്. അദ്ദേഹം ഇവിടെ ഒരു ദർസിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ദർസിൽ ഒരു 2 ദിവസത്തെ ഇംഗ്ലീഷ് ട്രെയിനിങ് ക്യാമ്പിന് വന്നതാണ്. ഈ വെക്കേഷൻ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ആ ദർസിലെ ക്യാമ്പ്. ഈ ദർസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ട്രഡീഷണലായ രൂപത്തിൽ ഉസ്താദ് ആ ഒരു പഠിച്ച സ്റ്റൈലിൽ ഉസ്താദ് കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ വളരെ ട്രഡീഷണലായിട്ട് തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ള രൂപത്തിലാണ്. അത് 100% അവർ വിജയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ വന്നപ്പോൾ ഈ കുട്ടികളുടെ കൂടെ നിന്നപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ആ കുട്ടികളെല്ലാം നല്ല ആക്റ്റീവായിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. 7th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികളെയാണ് ഉസ്താദ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്യാമ്പ് എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെയാണ് ആസ്വദിച്ചത് അല്ലേ? ക്യാമ്പ് വളരെ നന്നായിട്ട് തന്നെ കുട്ടികൾ ആസ്വദിച്ചു. അതിൻ്റെ ഫീഡ്ബാക്ക് തരേണ്ടത് അവരാണ്. ഏതായിരുന്നാലും ഇതാ എൻ്റെ കൂടെ ആ കുട്ടികളുണ്ട്. 7ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിവിധ ക്ലാസ്സുകളിലുള്ള കുട്ടികൾ. അത് നന്നായിട്ട് അവരെ പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 3-4 വർഷമായില്ലേ ദർസ് തുടങ്ങിയിട്ട്? 5ാം വർഷത്തിലാണ് ആ ദർസ് നിൽക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഈ കുട്ടികളെ നന്നായി പരിശീലിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നൽകുക എന്നുള്ളതാണ് ഉസ്താദിൻ്റെ ലക്ഷ്യമായിട്ട് കാണുന്നത്. അതായത് സ്കൂൾ പഠനം, അതുപോലെ തന്നെ മറ്റ് ഏത് തരത്തിലുള്ള പരിശീലനങ്ങളും അവർക്ക് ലഭ്യമാകുന്ന എല്ലാ കാര്യങ്ങളും. നല്ലൊരു നാട്ടുകാരും കൂടെയാണ് കേട്ടോ. അല്ല ഉസ്താദ്, എനിക്ക് ഏറ്റവും സന്തോഷമായത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ലക്ഷ്യം വെച്ച കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വൻ ടീം, ആ കമ്മിറ്റിയുടെ വൻ ടീം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതല്ല. ഉസ്താദ് അതിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും ചെയ്തു. ഉസ്താദ് ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരാളാണ്, പക്ഷേ ദീർഘകാലം മർക്കസിൽ പഠിച്ചു, അതിൻ്റെ തുടർ പഠനങ്ങളൊക്കെ നടത്തി, അങ്ങനെയാണ്. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ ഒരു ടീം ഇവിടെ ഇങ്ങനെ വളർന്നു വരുന്നു എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. നിങ്ങളെ പരിചയപ്പെടുത്തൽ അതിൻ്റെ ആവശ്യമാണ്. ഏതായിരുന്നാലും വിവിധ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങളൊക്കെ പിന്നെ മറ്റു വ്യത്യസ്ത കോഴ്സുകൾ അവർക്ക് കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ദർസിലും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടാണ് ഇങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും നിങ്ങളെ കൂടെ ഇതൊന്ന് പരിചയപ്പെടുത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെയാണ്. ഉസ്താദിൻ്റെ പേര് അബ്ദുള്ള കാമിൽ സഖാഫി. ഉസ്താദ് മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിയാണ് ഉസ്താദിൻ്റെ സ്ഥലമുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും നിങ്ങളെ ഇങ്ങനെ ഒരു ദർസിലെ വിദ്യാർത്ഥികളൊക്കെ ആഴിയൊക്കെ നിങ്ങളെ ക്യാമ്പൊക്കെ നന്നായിട്ട് ചെയ്തു. അത് ഞാൻ തന്നെ പറയിപ്പിക്കാൻ പറ്റില്ലല്ലേ? അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഞാൻ സന്തോഷത്തോടെ അവർ പറയും, സന്തോഷത്തോടു കൂടെ പറയാണ്. ശരിക്ക് ക്യാമ്പ് 2 ദിവസം എന്നാണ് പറയുന്നത്, ഒരു 4 ദിവസത്താണ്. തലേ ദിവസം